പ്ലാൻ ഇവിടെ ആയിരുന്നു. അവിടെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഹൈറ്റ് കൂടി. ഹൈറ്റ് കൂടുക മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, എന്തായാലും പിന്നെ രാജേട്ടന് വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ മൊറയൂരിനടുത്ത് നിരവത്ത് രാജേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 കിലോവാട്ട്. ഇപ്പോൾ 3 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3.3 ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ 535-ൻ്റെ 6 പാനലാണ്, അദാനിയുടെ പാനൽ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറും അതുപോലെ 3.3 ആണ്. അപ്പോൾ ഇത് 3 കിലോവാട്ട് എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് ഇതിൽ. 3 കിലോവാട്ട് 3000 വാട്ടാണ്. നമുക്ക് അതിൽ കൂടുതൽ പാനൽ നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നല്ല ക്ലിയർ ഏരിയ ആണ്. ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ഷെയ്ഡൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ വടക്ക് ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഭാഗത്തു നിന്നുള്ള ഷെയ്ഡ് നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെയ്ഡ് അത്രത്തോളം നമുക്ക് വരില്ല. പ്രൊഡക്ഷൻ നമുക്ക് എന്തായാലും ഒരു 15 യൂണിറ്റ് ഷുവറായിട്ടും കിട്ടും അല്ലേ. അതായത് നോർമൽ ഡേയിൽ, മഴ സമയങ്ങളിലല്ല, അല്ലാത്ത ദിവസം ഒരു 15 യൂണിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു മാസം ഒരു 450 യൂണിറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു മാസം ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല, പക്ഷേ നമുക്ക് മഴക്കാലം മാറിക്കഴിഞ്ഞാൽ 450 യൂണിറ്റൊക്കെ നമുക്ക് ഷുവറായിട്ട് നമുക്കൊരു മാസം പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ അത്രയും യൂണിറ്റ് നമുക്ക് വീട്ടിൽ ഉപയോഗിച്ചാലും നിങ്ങളെ കറണ്ട് ബില്ല് മീറ്റർ വാടകയും ഫിക്സഡ് ചാർജും മാത്രമേ ഒരു 200 രൂപ ലെവലിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല്, ഒരു 5000 രൂപയുടെ കറണ്ട് ബില്ല് നമുക്ക് ഇതുകൊണ്ട് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓക്കെയാണ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ 2 സൈഡും പാനൽസ് വാഷ് ചെയ്യാനും പറ്റും. അത് ക്ലിയറാണ്. ഇതിൽ അദാനിയുടെ പാനൽ നമ്മൾ ബൈഫേഷ്യൽ പാനൽ ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിൽ നിന്ന് ശരിക്കും റിഫ്ലക്ട് ചെയ്ത് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ്. ഗ്ലാസ് ടു ഗ്ലാസ് ആണ് ഈ ഒരു പാനൽസ് വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ താഴത്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഈ ഭാഗത്തേക്ക് മാറ്റി, കാരണം കുറച്ചുകൂടി ഹൈറ്റിലാക്കി നമുക്ക് വെയിലിനെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിക്ക് ചെയ്തു. എന്തായാലും രാജേട്ടന് സോളാർ ഇത് ചെയ്യാനുണ്ടായ കാരണം അതൊന്നും എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാൻ, സോളാർ ചെയ്യുന്നവർക്ക് പ്രചോദനമാണ്. ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുതലായിട്ട് വന്നു. അതിപ്പോൾ ഇപ്പോൾ കറണ്ട് ബില്ല് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ബില്ല് 6000 സംതിങ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യേണ്ട ഒരു എടുത്തു മാറ്റുന്ന ഒരു തോടി ഉണ്ട്. പെട്ടെന്ന് ചെയ്യാൻ കാരണം സബ്സിഡി കിട്ടല് നിർബന്ധമാണല്ലോ, അല്ലാതെ അത്രയും പണം മുടക്കാൻ കഴിയില്ലല്ലോ. ഒരു 78,000 രൂപ നമുക്ക് സബ്സിഡി കിട്ടും. ബാക്കിയുള്ളതും അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ വരുള്ളൂ, ചെറിയൊരു അടവല്ലേ വരുള്ളൂ. അതെ, ലോണായിട്ട് ചെയ്യുന്ന ഇപ്പോൾ സൗകര്യം. കാരണം പൈസ കയ്യിലുള്ളവരും നമുക്ക് ലോണിലേക്കാണ് കൂടുതൽ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ലോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ ഉണ്ട്, പൈസ കറക്റ്റായിട്ട് ഇതിൽ അടച്ചു പോയാൽ മാസം ഒരു 2000 രൂപ അടച്ചു പോയാലും നമുക്കത് സുഖമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടയ്ക്കുന്നതനുസരിച്ച് നമുക്കത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരും, ആ രീതിക്ക് ചെയ്യാൻ പറ്റും. ഒരു 5.75 ഒക്കെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഈ ലോണിൽ തന്നെ ഇത് ചെയ്യുന്നത്. ഒരുമിച്ചൊരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണ്ട, നമുക്ക് ലോണിൽ ചെയ്യുകയാണെങ്കിൽ മാസം 2000 രൂപ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ ഇതിൽ അടയ്ക്കാം. ഇത് ചെയ്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, മാസ ബില്ലായിട്ട് മാറും കേട്ടോ. മാസ ബില്ലായിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾക്ക് 2 മാസത്തെ ബില്ല് എന്നുള്ളത് മാസ ബില്ലായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് മാസം ബില്ല് അടയ്ക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഫിക്സഡ് ചാർജ് എന്തായാലും മാസം വരും കേട്ടോ. ഓക്കെ, എന്തായാലും പിന്നെ രാജേട്ടന് വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല ഇഷ്ടമായി. ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. പാനൽസ് വാഷ് ചെയ്യാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരോടും പല വീഡിയോ മാസത്തിൽ തന്നെ നമുക്ക് കണക്കൊന്നുമില്ല, നമുക്ക് എങ്ങനെ ചെയ്യാം. പക്ഷെ പാനൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. പാനൽ എത്രത്തോളം ക്ലീൻ ആണോ അതിനനുസരിച്ച് നമുക്ക് സോളാർ എന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. പാനലിൽ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും, സെല്ലുകൾ വീക്കാവും, കംപ്ലൈൻറ്റ് വരാം, അതിനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് പാനലിന് വാറണ്ടി ഉണ്ട്, 30 വർഷത്തെ വാറണ്ടിയുള്ള പാനൽസാണ്. അപ്പോൾ ആ പാനലുകൾക്ക് നമുക്ക് നല്ല രീതിക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് അതിൻ്റെ നല്ല രീതിക്ക് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്കൊരു 15 യൂണിറ്റ് നമുക്ക് ഡെയിലി നമുക്ക് ഷുവറായിട്ടും കിട്ടും. ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ഷുവറായിട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ 3.3 സോളാറിൻ്റെ ഇൻവെർട്ടർ താഴത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ACDB DCDB ഒക്കെ നമ്മൾ ഹാവൽസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ്നിങ് കർഷൻ നമ്മൾ കുറച്ചുകൂടി ഹൈറ്റിലാക്കിയിട്ട് അതിൻ്റെ ടോപ്പിൽ അത് വിഷ്വൽ ചെയ്യും. ലൈറ്റ്നിങ് കർഷൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ആ ഭാഗത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക്. എന്തായാലും നമ്മളെ ഒരു എന്തായാലും 2 മണിക്കൂറത്തെ പണി കൂടി നമുക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് കവർ ചെയ്താണ്. താഴെ ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഇതിൽ DC നമ്മൾ കണക്ട് ചെയ്ത് DC നമ്മൾ ചെക്ക് ചെയ്ത് 280 വോൾട്ട് നമുക്കവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും കിട്ടും. കാരണം 6 പാനലുകൾ, നമ്മൾ ഒരു പാനലിന് ഏകദേശം 50 വോൾട്ട് വരുന്നത്. അപ്പോൾ 300 ചെറിയ ലോസ് പോയത് നമുക്ക് 250 വോൾട്ട്. നല്ല പീക്ക് ടൈമിന് നമുക്കത് 300-നടുത്ത് 298 99 മുകളിലൊക്കെ വരും, ആ റേഞ്ചിൽ വരും. അപ്പോൾ അത് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് സൺലൈറ്റ് പോയ സമയത്തുള്ള അതാണ് വോൾട്ടേജ് നിങ്ങൾ കാണുന്നത്. മൾട്ടിമീറ്റർ നമ്മൾ നോക്കിയപ്പോൾ 250 വോൾട്ട് ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വിഷയം ബോട്ടം അടിഭാഗം. അപ്പോൾ നമുക്ക് ഈ
താഴെ ഭാഗം നമുക്ക് മുകളിൽ കാണുന്നുണ്ടോ? താഴത്തിരുന്ന് എടുത്തൊക്കെ വീഡിയോ അടിയിലിരുന്നാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ലാഡർ പോലെ ഒരു ലാഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്കിങ്ങനെ കയറി വാഷ് ചെയ്യാനുള്ള സൗകര്യം. അതെ, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കയറി വരാൻ മാത്രം. നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ ഇവിടെ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഹൈറ്റ് കൂടി. ഹൈറ്റ് കൂടെ മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അത് കിട്ടും. ആ രീതിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഗ്ലാസ് ടു ഗ്ലാസ് ആണ്. ഈ അടിഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും കിട്ടും കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് മുകളിൽ നിന്ന് ഒന്ന് കാണിച്ചു ടോപ്പിൽ നിന്ന് നമുക്ക് സ്ട്രൈറ്റിൽ ഇറങ്ങിയാണ് ലൈറ്റിങ്ങിൻ്റെ കേബിള്. ഈ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ കേബിൾ നേരെ താഴത്തേക്ക് വന്ന് കാണിച്ചു കൊടുത്താണ്. ഈ ഭാഗത്ത് അത് നമ്മൾ നേരെ സ്ട്രൈറ്റ് ഇറങ്ങി DC ആണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് നേരെ താഴത്തേക്ക് ഇറക്കി. നമ്മളെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് സോളാറിൻ്റെ ഇൻവെർട്ടർ 3.3 ആണ് ഈ പറയുന്ന സിസ്റ്റം. ഇതിപ്പോൾ 3.3 ആണ് സോളാറിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മാക്സിമം നമുക്ക് പാനൽ വേണമെങ്കിൽ ഒരു പാനലൊക്കെ നമുക്ക് മുന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഒരു പാനലും കൂടി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ ഇത് AC/DB, അത് DC/DB. ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് പണി. പിന്നെ നമ്മൾ എർത്തിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. KSB നമുക്ക് ചാൻസ് കൊടുക്കാം. ഇവിടെ തൊട്ടവിടുന്ന് 3 മീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത എർത്ത്. അങ്ങനെ ഓരോ 3 മീറ്റർ നമ്മൾ അകലത്തിൽ ഓരോ എർത്ത് നമ്മൾ കൊടുത്തത്. അടുത്ത എർത്ത് അവിടെ, കാരണം അത് നമ്മൾ വീട്ടിൽ എർത്തിട്ട് ഇവിടെ അതിനുള്ള ഒരു ഡിസ്റ്റൻസ് അടുത്തിട്ടാണ് നമ്മളോട് അടുത്ത എർത്ത്. അതായത് ലൈറ്റിനിങ് കറക്ഷൻ ഒരു എർത്ത്, AC-ക്കും DC-ക്കും ഓരോ എർത്ത്, അങ്ങനെ 3 എർത്ത് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മുടെ മീറ്റർ ഈ ഭാഗത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മീറ്റർ ചേഞ്ച് ചെയ്യും. ഈ മീറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം സപ്ലൈ കൊടുക്കും. ബൈഡയറക്ഷൻ മീറ്റർ വേറെ വയ്ക്കും. ബൈഡയറക്ഷൻ മീറ്റർ വെച്ച് കഴിയുമ്പോൾ നമ്മളെ സപ്ലൈ എക്സ്പോർട്ട് ആവും. നമ്മളിവിടെ ഒരു ബ്രേക്കർ, അതുപോലെ ഇതിന് ഫ്യൂസും. ഇത് സോളാറിൻ്റെ പ്രൊഡക്ഷൻ. നമ്മൾ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ അറിയുന്ന പോലെ സോളാറിൻ്റെ ജനറേഷൻ മീറ്ററാണിത്. ആ ജനറേഷൻ മീറ്റർ എല്ലാത്തിൻ്റെ മീറ്ററും അതുപോലെ മീലൻ്റെ ഫ്യൂസ്, ഒരു ഹാവൽസിൻ്റെ ബ്രേക്കർ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പത്രം ഇതിൻ്റെ ഒരു ചാവി ഉണ്ടാവും. അത് ഇതിൽ എപ്പോഴും ഇട്ടേക്കണം. KSBക്കാർക്ക് റീഡിങ് എടുക്കാൻ വരുമ്പോഴൊക്കെ, മന്ത്ലി റീഡിങ് എടുക്കാൻ വരുമ്പോഴേ അവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഫ്യൂസിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കും. നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വയർ. ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മീറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോർട്ടിങ് ഉണ്ടാവും. അതുവരെ കിട്ടില്ല. അപ്പോൾ KSB എപ്പോഴും മീറ്റർ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് നമുക്ക് പ്രശ്നമാണ്. ഇഷ്ടമാണ്. ഓക്കെ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാർ. നിരന്തരം നമ്മൾ ഇത്ര വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ARMFO യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. 2 നമ്പറുണ്ട്. 2 നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ. അപ്പോൾ യൂട്യൂബിൽ കമൻറ്റായിട്ടൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഏട്ടാ ഓക്കെ.